ഞാനും ഫസ്റ്റ് യൂസ് ചെയ്തത് എനിക്കത് മെജോറിറ്റി ഓഫ് ഗേൾസ് ആയാലും പോയിട്ടുണ്ട്. അപ്പോൾ ചോപ്ഡ് ലിപ്സിനൊക്കെ ഓൾറെഡി ഇത് ആരും കാണാതെ വീടെടുക്കുമ്പോൾ അവൻ ഡിസ്പ്ലേ ചെയ്യാണ്. ഹലോ പീപ്സ്, സോ ഇന്ന് നമ്മൾ കുറച്ച് ലിപ് ബാംസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ വരണ്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ബെസ്റ്റ് ലിപ് ബാംസും ഞാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതും അതിന്റെ റിവ്യൂസിനെ കുറിച്ചിട്ടായാലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാം റെഡി അല്ലേ? നമുക്കപ്പോൾ തുടങ്ങാം. സോ ഗൈസ്, എല്ലാവരെയും പോലെ ഞാനും ഫസ്റ്റ് യൂസ് ചെയ്തത് എനിക്കത് മെജോറിറ്റി ഓഫ് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന ലിപ് ബാംസ് എന്ന് പറഞ്ഞാൽ നിവ്യയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഹിമാലയത്തിലെ ഒരു ട്യൂബിലുള്ള ലിപ് ബാം ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് ഹിമാലയത്തിൻ്റെ ആ ട്യൂബിലുള്ള ലിപ് ബാം ആയിരുന്നു. പിന്നെ പയ്യെ ആണ് നമ്മൾ ഓരോരോ ബ്രാൻഡുകൾ മാറി വന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഓഫ് കോഴ്സ് അതായിരുന്നു. അതൊരു പരിധി വരെ നമ്മുടെ ലിപ്പിൻ്റെ ആ ചോപ്ഡ് ലിപ്സ് ഒക്കെ ഒന്ന് മാറ്റാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഞാനിവിടെ പിക്ചർ സൈഡിൽ കൊടുത്തേക്കാം. സോ ഇതാണ് സംഭവം. ഇപ്പം എൻ്റെ ട്യൂബിനൊക്കെ മാറ്റം വന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊരു ട്യൂബിലായിരുന്നു ഇത് കിട്ടാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ യൂസ് ചെയ്തതാണ്. അത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഫോർഡബിൾ റേറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അനിയനിടയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നു കേട്ടോ. ഞാൻ ആരും കാണാതെ വീഡിയോ എടുക്കുമ്പോൾ അവൻ ഡിസ്റ്റർബ് ചെയ്യാണ്. ഇപ്പോൾ സൈഡിൽ വന്നിരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഹിമാലയത്തിൻ്റെ അതാണ്. അപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ, അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് തുടങ്ങുമ്പോൾ അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റിയൊരു ലിപ് ബാമാണ് ഹിമാലയയുടെ ലിപ് ബാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ നിവ്യയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നമ്മുടെ ബുള്ളറ്റ് ലിപ് ബാംസ് ഉണ്ട് ബ്ലൂ കളറിൽ. അതും അഫോർഡബിൾ റേറ്റിലാണ്. ഞാനിവിടെ പടം കൊടുത്തേക്കാം. ഓക്കെ, അതും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലിപ് ബാമാണ്. അത് സംഭവം നല്ലതാണ്. പക്ഷേ എനിക്ക് നമ്മുടെ ലിപ്പാണെങ്കിൽ ഡാർക്കനാവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്തപ്പം. ഞാൻ അത് ഈ ഒരു ഇടയ്ക്കാണ് ഞാൻ ഒരു 1 മന്തോളം അത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് തീരും. വേറെ കാര്യം, ഈ നമ്മുടെ ചുണ്ട് വരളുന്ന ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡാർക്ക് ആവുന്ന പോലെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം സ്ഥിരമായിട്ട് ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോൾ ഒരേ ലിപ് ബാം തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലിപ്സിനെ ഡാർക്കനാക്കും ചാൻസ് കൂടുതലാണ്. സോ അത് അഫോർഡബിൾ റേറ്റിൽ നല്ലതാണ്. പക്ഷെ ഡെയിലി യൂസസിനൊന്നും ഒരിക്കലും ആ ഒരു ലിപ് ബാം ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാറില്ല. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഓഫ്കോഴ്സ് നമ്മുടെ വാസ്ലിൻ. വാസ്ലിൻ്റെ ഇങ്ങനെ കുഞ്ഞു ടപ്പയിലൊക്കെ കിട്ടും. നിവ്യ കഴിയുമ്പോൾ ഓഫ്കോഴ്സ് വാസ്ലിൻ അല്ലേ, വാസ്ലിൻ കഴിയുമ്പോൾ നിവ്യ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഇത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഞാൻ വേറൊരു ഡോട്ടൻകിയുടെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നത് എന്തെന്നല്ലേ നല്ലത്. വെയിറ്റ് സെക്കൻഡ്. ഓക്കെ ഗൈസ്, അടുത്തത് ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് ഡോട്ടൻകി. വൺ ഓഫ് ദ ബെസ്റ്റ് ലിപ് ബാം ആണ് കേട്ടോ. അപ്പം ഞാൻ ഡോട്ടൻകിയുടെ ഈ ട്യൂബായിരുന്നു. ഇപ്പോൾ ഈ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറി ഞാൻ കാണാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കൊക്കോമിൻ്റ് ആണ്, തീർന്നതാണ്. ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം കളയാതെ വെച്ചിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറി ബ്ലോസം ആണെന്ന് തോന്നുന്നു, അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായി ആക്ച്വലി. ഇത് രണ്ടും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ചെറി ബ്ലോസം ഒരു എന്തെങ്കിലും ടിൻറ്റഡ് ലിപ് ബാമാണ്. കുറച്ച് ഇത് കൊക്കോമിൻ്റ് എനിക്ക് അത്ര ടിൻറ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചെറി ബ്ലോസംസ് നമ്മൾ അത് ഇടുമ്പോൾ തന്നെ ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല. ഇത് നല്ലതാണ്. ചെറി ബ്ലോസത്തിന് ഞാൻ യൂസ് ചെയ്തപ്പം ഒരു സോഫ്റ്റ്, ഇതിനൊരു തരിതരി ടെക്സ്ചർ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചോപ്ഡ് ലിപ്സിനൊക്കെ ഓൾറെഡി ഇത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് തോന്നും. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ കണ്ടിന്യൂസ്ലി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, പെട്ടെന്ന് പോകും. ഓക്കെ, അപ്പോൾ മോയ്സ്ചറായിട്ട് വെക്കാറുണ്ട് ഒരു പരിധി വരെ, അതൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റും ഏകദേശം ഒരു 300 സംതിങ് അതാണ് ഇതിൻ്റെ റേറ്റ് വരിക. സോ ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ഇത് ഈ ട്യൂബിൽ വരുമ്പോൾ കൊക്കോമിൻ്റും ചെറി ബ്ലോസും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കറൻലി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ബാമാണ്. ഇത് ആക്ച്വലി ലിപ് പ്ലംബ് ആണ്, ഡോട്ടൻകിയുടെ തന്നെ. സോറി ഗൈസ്, വണ്ടി ഹോൺ അടിക്കുന്നുണ്ട്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് കോസ്റ്റ്. ഇതാ ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇത് നല്ലതാണ് കേട്ടോ. നല്ലൊരു സ്ട്രോബെറി സ്മെല്ലൊക്കെ ഉണ്ട്, ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് തന്നെ ക്യൂട്ട് പാക്കേജിങ് ആണ്. പാക്കേജിങ് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ട്യൂബിൻ്റെ ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുക്കാൻ കുറച്ച് പാടായിരുന്നു. കാരണം ഫസ്റ്റൊക്കെ എളുപ്പമായിരിക്കും, ചില സമയത്ത് ഇത് കൂടുതലായിട്ട് ഇങ്ങി വരും, ചില സമയത്ത് ഒന്നും വരത്തില്ല. അപ്പം വരാതിരിക്കും നമ്മൾ നല്ല പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഇത് മൊത്തത്തിൽ ഇങ്ങി വരിക. അപ്പോൾ വേസ്റ്റാണ്, തിരിച്ച് കയറ്റാനും പാടാണ്.
അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തത്. മറ്റേ തീർന്നപ്പം അത് കുറേ നാൾ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട് ട്യൂബ് വരുമ്പോൾ. പക്ഷെ ഈ ഒരു കേസിൽ അതില്ല. നമുക്ക് ജസ്റ്റ് കൈവച്ചെടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇത് കൊള്ളാം. ഒത്തിരി അങ്ങ് ഡ്രൈ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ ഒന്ന് ചോപ്ഡ് ആയിട്ടിരിക്കുന്ന ലിപ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ആകും. പക്ഷേ ഈ ഒരു ലിപ്പ് നമ്മുടെ പീൽ ഔട്ട് ചെയ്യും. അത് ഈ ഒരു ലിപ് ബാമിന്റെ പ്രത്യേകതയാണ് കേട്ടോ. എനിക്കൊന്ന് ഡ്രൈ സ്കിൻസ് ആയിരിക്കും ഇത് പീൽ ഔട്ട് ചെയ്ത് വരുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്കത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാറുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഞാൻ സ്വിച്ച് ചെയ്തിട്ട് ഇടയ്ക്കിപ്പം ഇത് യൂസ് ചെയ്യാറുണ്ട്. വാസ്ലിൻ ഓഫ് കോഴ്സ് ഒത്തിരി നമ്മുടെ കൺപീല് തൊട്ട് ഡ്രൈ സ്കിൻ, നമ്മുടെ കാലിലെ സ്കിന്ന് വരെ ബെസ്റ്റ് മോയ്സ്ചറൈസർ തരുന്നൊരു സംഭവമാണ് നമ്മുടെ വാസ്ലിൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഡാർക്ക് ലിപ്സ് ഒന്നും അത്ര ആവാറില്ല കേട്ടോ, ഡാർക്കൻ ആവാറില്ല ലിപ്സ്. നമ്മുടെ നിവ്യ പോലെ അത്രയ്ക്കില്ല. അപ്പം ഇപ്പോൾ ഇതൊരു 9 രൂപയുടെ പാക്ക് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഡോട്ട് ആൻഡ് കീ നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 199, ഒരു 200 സംതിങ് ആയിരിക്കും, 295 ആണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്കിൻ ഇങ്ങനെ പീൽ ഔട്ട് ചെയ്ത് വരും. ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചോപ്ഡ് ലിപ്സിൽ ഇതുണ്ടല്ലോ, അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത്. എന്നാലും ഇത് ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സംഭവമാണ് ബയോലൈൻ്റെ ഈ ഒരു ഇത് ആക്ച്വലി ഇത് എൻ്റെ അനിയൻ്റെയാണ് അല്ലേടാ, അല്ല പക്ഷെ ഇതെനിക്ക് അവൻ്റെ റൂമിൽ നിന്ന് കിട്ടിയതാണ്. അവനറിയുന്നുണ്ട് ഗൈസ്, എനിക്കറിയില്ല. ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തായിരുന്നു. ഇതും കൊള്ളാം, സംഭവം നല്ലതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന സംഭവം. യൂസ്ഫുൾ ഫോർ ചാപ്ഡ് ലിപ്സ്, റഫ് ഹാൻഡ്സ്, ലെഗ്സ് ആൻഡ് ക്രാക്ഡ് ഫീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതെനിക്ക് മോയ്സ്ചറൈസ് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ബയോലൈൻ്റെ. ഇത് നിങ്ങൾ ഡോക്ടറിനെ പ്രിസ്ക്രൈബ് ഒക്കെ നോക്കി വാങ്ങിച്ചാൽ മതി. ഇത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലിപ് ബാമിൻ്റെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ലിപ് ബാം റിവ്യൂ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ബിലോ. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.